ഹായ് ഓൾ. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പുകഴിമലയിലുള്ള അരുൾമുഖ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ്. ഇത് എൻ്റെ വീടിനടുത്തുള്ളൊരു അമ്പലം തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് മാത്രമേ ഈ അമ്പലത്തിലോട്ടുള്ളൂ. ഇത് വേലായുധംപാളയം എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം വരുന്നത്. ഒരു 320 പടികൾ കയറിയിട്ട് വേണം ഈ അമ്പലത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. മലയുടെ മുകളിലാണ് ഈ അമ്പലം വരുന്നത്. ഈ അമ്പലത്തിൻ്റെ കഥ എന്ന് പറയുന്നത് മുരുകൻ ജ്ഞാനപ്പഴത്തിനെ സംബന്ധിച്ചിട്ട് വഴക്കുണ്ടാക്കി കൈലാസത്തിൽ നിന്നും പിണങ്ങി പഴനിയിലോട്ട് വന്നു കഥയുണ്ടല്ലോ. അപ്പോൾ ഈ പഴനിയിലോട്ട് വരുന്ന വഴിക്ക് ഇവിടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്തു എന്നാണ് ഇവിടുത്തെ ലോക്കൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ബാലസുബ്രഹ്മണ്യ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകിയതാണ് ഇതിൻ്റെ ഒരു ലോക്കൽ പ്രാദേശിക കഥ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജൈൻ സംസ്കാരമായിട്ട്, അതായത് പണ്ട് ജൈന സന്യാസിമാർ ഈ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ആശ്രയം കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ് ഈ പുകഴിമല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശൈവ സംസ്കാരത്തിന് പേര് കേട്ടതാണ് ഈ കരൂർ എന്ന് പറയുന്നത്. അപ്പം ശൈവ സംസ്കാരത്തിലെ സിദ്ധന്മാരുണ്ട്, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ പുകഴിമലയ്ക്ക് കഥകളുണ്ട്. പിന്നെ 6 നാടുകൾ ചേർത്ത്, അതായത് 6 ഗ്രാമങ്ങളുടെ ഒരു സംരക്ഷണം ഈ പുകഴിമലയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 നാട്ടാർ മല എന്നും കൂടി ഇതിന് പേരുണ്ട്. 6 നാട്ടാർ മല എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാൽ കരൂർ മൊത്തം നമുക്ക് കാണാൻ പറ്റും. കാവേരി നദി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ചെറുതായിട്ട് നമുക്ക് കാവേരി നദി കാണാൻ പറ്റും. ഞങ്ങൾ രാവിലെ കയറിയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലായി. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ഷീണമൊന്നും അറിഞ്ഞില്ല. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് കാർത്തികയുണ്ട്. പിന്നെ അതുപോലെ പൈകുനി ഉത്രമുണ്ട്. അങ്ങനെയുള്ള ലോക്കൽ ഉത്സവങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഇവിടുത്തെ വിശ്വാസം അനുസരിച്ചിട്ട് 12 ചൊവ്വാഴ്ചകളിൽ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിവാഹ തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് പറയുന്നത്. ഇപ്പോൾ 6 പടേ വീട് സന്ദർശിക്കുന്ന പോലെ തന്നെ, മുരുകൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 6 പടേ വീട് സന്ദർശിക്കുന്ന പോലെ തന്നെ ഈ അമ്പലവും ഭയങ്കര പ്രസിദ്ധമാണ്. ഇതാണ് നമ്മളുടെ പുകഴിമലയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇവിടോട്ട് കയറുന്ന വഴിക്ക് ഈ 6 പടേ വീടുകളിലെ പടങ്ങളെല്ലാം തന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ട് മല കയറാനൊക്കെ പറ്റും. അപ്പോൾ പുകഴിമലയുടെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.